അപ്പോൾ എല്ലാവരും ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ SIR ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ പേർക്ക് കിട്ടിക്കാണും, കുറേ പേര് ഫില്ല് ചെയ്യാതിരിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് പേർക്ക് സംശയമുണ്ട്, അന്ന് എൻ്റേതായ രീതി ഞാൻ മാറ്റിത്തരാം. ഇവിടെ നമുക്ക് ഫോട്ടോ മാറ്റണമെങ്കിൽ പുതിയ ഫോട്ടോ എടുത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ആ സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ 2002 എന്തായാലും എനിക്ക് വോട്ടില്ല, അപ്പോൾ വോട്ടുള്ള എൻ്റെ ഉമ്മയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പോവുകയാണ്. നമ്മൾ ആ സൈറ്റിൽ കയറിയതിന് ശേഷം ഡിസ്ട്രിക്റ്റും LAC അത് 124 കേട്ടോ കൊല്ലത്തിൻ്റെത്. അപ്പം കൊല്ലത്ത് 2002 ബൂത്തുകളുടെ ഡീറ്റെയിൽസാണ് ഈ കിടക്കുന്നത്. ഒരു 155ഓളം ബൂത്തുകൾ അന്നുണ്ടായിരുന്നു. അതിൽ എൻ്റെ ബൂത്ത് നമ്പർ നേരത്തെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് 84 കേട്ടോ. എല്ലാം സെർച്ച് ചെയ്ത് നോക്കേണ്ടി വന്നില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കേട്ടോ. ഇത് ഡൗൺലോഡ് ചെയ്ത് ആ ലിസ്റ്റ് എടുത്തു. 84 അന്ന് വോട്ട് ചെയ്തവരുടെ ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റിൽ എൻ്റെ ഉമ്മയുടെ പേരും ആ കുടുംബത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ 84 ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് വോട്ട് ചെയ്ത് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മയുടെ ഡീറ്റെയിൽസ് മതി. എൻ്റെ ഉമ്മയുടെ ഡീറ്റെയിൽസ് കിടക്കുന്നത് ഒരു 295 ഇതിൽ. ഇതാണ് എൻ്റെ ഉമ്മയുടെ പേര്. നമുക്ക് പിന്നെ വേണ്ടുന്നത് ക്രമ നമ്പറാണ്. അത് 295 ഉമ്മച്ചിയുടേത്. അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം പോയ സൈറ്റിലെ ഫസ്റ്റത്തെ ബോക്സ് ഓപ്പൺ ആക്കണം. ആ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് ഡിസ്ട്രിക്റ്റ് അടിച്ചു കൊടുക്കാം. കൊല്ലം LAC. അതും 124 കൊല്ലം തന്നെയാണ്. എൻ്റേത് കൊല്ലം ആയതുകൊണ്ടാണ്. പിന്നെ ബൂത്ത് നെയിം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 84ാമത്തതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉമ്മയുടെ പേരും ഹൗസ് നെയിം ഒന്നും വേണമെന്നില്ല. ആ പാർട്ട് സീരിയൽ നമ്പർ 295 അതാണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മയുടെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പേര്, അന്നത്തെ ഏജ്, വോട്ടർ ID നമ്പർ എല്ലാവർക്കും കാണണമെന്നില്ല കേട്ടോ. പിന്നെ ഹൗസ് നെയിം, റിലേറ്റീവ് പേഴ്സൺ ആരാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര്, പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ എത്രയാണ് വരുന്നത്. ഇനി നമുക്ക് പേപ്പർ ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ആദ്യത്തെ പോർഷൻ, ഇത് 3 പാർട്ടായിട്ടാണ്. അതിലെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എൻ്റെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിനകത്ത് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ആധാർ നമ്പറാണ് കേട്ടോ. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ചോദിച്ചിരിക്കുന്നത് മൊബൈൽ നമ്പറാണേ. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന നമ്പർ ഏതാണ് അതാണ് ഞാൻ കൊടുത്തത്. ആധാറിലുള്ള നമ്പറല്ല, പാരൻസിൻ്റെ നമ്പറും അല്ല കൊടുത്തത്. ഞാൻ ഉപയോഗിക്കുന്ന നമ്പർ ഏതാണ് അതാണ് ഞാൻ കൊടുത്തത്. അടുത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര്. ഞാൻ എൻ്റെ വാപ്പാടെ പേരാണ് കൊടുത്തത്. അതിനുശേഷം കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബാധകമല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത് എഴുതിയില്ല കേട്ടോ. ഞാൻ 2 പേരുടെയും പേര് മാത്രമേ എഴുതിയുള്ളൂ. വാപ്പാടെ പേരും എഴുതി. അടുത്ത് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മയുടെ മാതാവിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. മാതാവിൻ്റെ പേര് ഞാൻ എഴുതി. മാതാവിൻ്റെ പേര് എഴുതിയപ്പോഴും എപ്പിക് നമ്പർ ഞാൻ എഴുതിയിട്ടില്ലേ. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നമുക്കറിയത്തില്ലല്ലോ, അതുകൊണ്ട് എഴുതിയില്ല. പിന്നെ മാതാവിൻ്റെ പേര് എഴുതിയതിന് ശേഷം അടുത്ത ബോക്സ് എന്ന് പറഞ്ഞാൽ പങ്കാളിയുടെ പേരാണ്. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പങ്കാളിയുടെ പേരെഴുതാം, അല്ലെങ്കിൽ കഴിയാത്തവരാണെങ്കിൽ അവിടെ ഒന്നും ചെയ്യണ്ട. പിന്നെ എൻ്റെ പങ്കാളിയുടെ എപ്പിക് നമ്പർ ബൈ ഹാർട്ട് ആയതുകൊണ്ട് അത് ഞങ്ങൾ ഫില്ല് ചെയ്തു കേട്ടോ. ഈ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരിച്ചറിയൽ കാർഡിനൊരു നമ്പറില്ലേ, ആ നമ്പറിനെയാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത്. അതിനുശേഷം എനിക്ക് ഫില്ല് ചെയ്യേണ്ടത് രണ്ടാമത്തെ ബോക്സ് അല്ല, കാരണം ഞാൻ 2002 ഇല്ലായിരുന്നു. എനിക്കിനി ഫില്ല് ചെയ്യേണ്ടത് ആ മൂന്നാമത്തെ ബോക്സാണ്. അത് എൻ്റെ ഡീറ്റെയിൽസ് അല്ല, 2002 എൻ്റെ ഫാമിലിയിലുള്ള ആർക്കായിരുന്നു വോട്ടുണ്ടായിരുന്നത് അവരുടെ ഡീറ്റെയിൽസ് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ ഡീറ്റെയിൽസ് വേണം എനിക്കിവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പേരെഴുതി ജമീലത്ത്. അത് കഴിഞ്ഞ്
എപ്പിക് നമ്പർ ഇല്ലായിരുന്നു ഉമ്മച്ചിക്ക്. അതിനുശേഷം റിലേറ്റീവിൻ്റെ ബന്ധുവിൻ്റെ പേര്, ആ തിരിച്ചറിയൽ കാർഡിൽ കൊടുത്തിരിക്കുന്ന ബന്ധുവിൻ്റെ പേര് പാപ്പായുടെ പേരായിരുന്നു. അതിനുശേഷം അവർ തമ്മിലുള്ള റിലേഷൻ എന്തുമായിരുന്നു, ഭാര്യയും ഭർത്താവും, അതാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടേതാണ്, നമ്മളും ജമീലത്തും തമ്മിലുള്ളതല്ല. അതിനുശേഷം ജില്ല എഴുതി, സംസ്ഥാനം എഴുതി, നമ്മുടെ മണ്ഡലം ഏതായിരുന്നു അന്ന്, കൊല്ലം തന്നെ ആയിരുന്നു. പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എഴുതണം. അത് കഴിഞ്ഞ് ഉമ്മയുടെ പാർട്ട് നമ്പർ 84 ഉമ്മയുടെ ക്രമം നമ്പർ എന്ന് പറഞ്ഞാൽ 295. അതിനുശേഷം നമ്മുടെ BLO സൈൻ ചെയ്ത് തരണം. എൻ്റെ ഹസ്ബൻഡ് തന്നെ ആയിരുന്നു BLO. അതൊക്കെ സൈൻ ചെയ്തു. അതിന് മുകളിലായിട്ട് നമുക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട്, അതിൽ സൈൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് 2 കോപ്പിയുണ്ട്, ഒന്ന് BLOയ്ക്കും ഒന്ന് നമുക്ക്.